ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് ഹൈഡ്രോ കാർബൺസ് ആണ് കേട്ടോ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും കാർബണും മാത്രമുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് ഹൈഡ്രജനും കാർബണും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈന്, പിന്നെ നാലാമതൊരു ബെൻസീൻ. ഇതില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ കുറെ റിയാക്ഷൻസ് ആണ്. വളരെ കുറച്ച് റിയാക്ഷൻസ് ഇപ്പൊ ഫോക്കസ് ഏരിയ പ്രകാരം പഠിക്കാനുള്ളൂ. സുഖമാണ്. അപ്പൊ അതിൽ വേറെ ടെക്നിക്സും കാര്യങ്ങളൊന്നും ഇല്ല. ഓരോ റിയാക്ഷൻസ് അതിന്റെ ക്വസ്റ്റ്യൻ ലെവലിൽ ഇങ്ങനെ ചെയ്തു പോവാം. അപ്പൊ ഞാൻ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ക്വസ്റ്റ്യനിലൂടെയാണ് പഠിപ്പിക്കണം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ആണ്. ഈ ആൽക്കെയിനിന്റെ പ്രിപ്പറേഷൻ. ഈ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ഉള്ള ആളാണ്. അത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എവിടെ നിന്നൊക്കെ പറ്റുന്നറിയോ? ആൽക്കീനിൽ നിന്നും അതുപോലെ ആൽക്കൈനിൽ നിന്നും പറ്റും. ഈ രണ്ടാക്കും ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വിളിക്കുക. അപ്പോ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് ആൽക്കെയിൻ ഉണ്ടാക്കാൻ പറ്റും. റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ളത് CH2 ഡബിൾ ബോണ്ട് CH2 ആണെങ്കിൽ അതിലോട്ട് H2 ഗ്യാസ് കടത്തിവിടുക. ഇൻ ദ പ്രസൻസ് ഓഫ്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഒന്നെങ്കിൽ നിക്കല്, അല്ലെങ്കിൽ പ്ലാറ്റിനം, അല്ലെങ്കിൽ പല്ലേഡിയം. ഇതിലേതിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. നിക്കല്, പ്ലാറ്റിനം, പല്ലേഡിയം. എന്ത് സംഭവിക്കുക അറിയോ? ഈ ഡബിൾ ബോണ്ടിലുള്ള ഒരു ബോണ്ട് പൊട്ടിക്കും. അപ്പൊ രണ്ട് കാർബൺക്കും ഓരോ ബോണ്ട് നഷ്ടപ്പെട്ടില്ലേ? ഈ രണ്ട് കാർബണിലോട്ടും ഓരോ H വീതം വരും. അപ്പൊ എന്താ കിട്ടുക? CH3 സിംഗിൾ ബോണ്ട് CH3. ദാറ്റ് ഈസ് സിംഗിൾ ബോണ്ട് വന്നാൽ അത് ആൽക്കെയിൻ ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് സങ്കല്പിക്കുക. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതേ കണ്ടീഷൻ തന്നെ. H2 ഇൻ ദ പ്രസൻസ് ഓഫ്, ഞാൻ ഒരാളെ മാത്രമേ എഴുതുന്നുള്ളൂ, പ്ലാറ്റിനം. എന്താ സംഭവിക്കുക അറിയാം? ഈ രണ്ട് ബോണ്ടും പൊട്ടിക്കും. അപ്പോ ഒരു കാർബൺക്ക് രണ്ട് ബോണ്ട് നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അതിലോട്ട് 2 H വരും, ഇതിലോട്ട് 2 H വരും. അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടുക CH3 CH3. അപ്പൊ ഇവിടെ H2 എന്ന് മാത്രം എഴുതിയാൽ മതി. അത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓർഗാനിക് കെമിസ്ട്രിന്റെ റിയാക്ഷൻ എഴുതുമ്പോൾ ബാലൻസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. അത് ഓട്ടോമാറ്റിക്കലി അത് എത്രയാണോ ആഡ് ചെയ്യണതൊക്കെ ചെയ്തോളൂ. അപ്പൊ സാർ അവിടെ 2 H അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. അവിടെ ഇഷ്ടം പോലെ H ഉണ്ട്. വേണമെങ്കിൽ അവിടെ നമുക്ക് 2H2 എന്ന് എഴുതും ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഓർഗാനിക് റിയാക്ഷൻ എഴുതുമ്പോൾ ബാലൻസിങ് നിർബന്ധമല്ല. രണ്ടാമത്തെ റിയാക്ഷൻ ആണ്. ഇതൊരു പേരുള്ള റിയാക്ഷൻ ആയതുകൊണ്ട് എക്സാമിന് കൂടുതൽ ചോദിക്കും. വുഡ്സ് റിയാക്ഷൻ. റിയാക്ഷൻ ഒക്കെ സിമ്പിൾ ആണ്, പക്ഷെ എന്നാലും പേര് പഠിച്ചു വെച്ചോളൂ. വുഡ്സ് റിയാക്ഷൻ. ഇത്രേ ഉള്ളൂ. ഒരു ഹാലജനുള്ള കോമ്പൗണ്ട് CH3Br. ഇതിനെ സോഡിയവുമായി റിയാക്ട് ചെയ്യണം. സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ റിയാക്ഷൻസിന്റെ കുഴപ്പം എന്താ അറിയോ? അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ വേണം. അല്ലെങ്കിൽ ആ റിയാക്ഷൻ കാണുമ്പോൾ മനസ്സിലായാൽ മതി. CH3Br ഇതൊരു ഹാലജനുള്ള കോമ്പൗണ്ട് ആണ്. സോഡിയമായി റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. നമുക്കറിയാം സോഡിയം ആരെ കൊണ്ടുപോകും? സോഡിയം ബ്രോമിനെ കൊണ്ടുപോകും. നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ ആണ്. അങ്ങനെ സോഡിയം ബ്രോമിനെ കൊണ്ടുപോയാൽ NaBr ആവും.
അല്ലെ? പിന്നെ ഇവിടെ ആരാ ബാക്കിയായത്? CH3 ആണ്. ഒരു CH3ക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല, അത് വേറൊരു CH3യോട് കൂടി ചേർന്നിട്ട് CH3 എന്നാവും. ഇത്രേ ഉള്ളൂ. ഇതൊരു ആൽക്കെയിൻ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ എവിടുന്ന 2 CH3 വന്നെന്ന്? അവിടെ ഇഷ്ടം പോലെ CH3Br ഉണ്ട്. എണ്ണം ഇവിടെ നോക്കരുത്, എണ്ണത്തിന് പ്രസക്തി ഇല്ല. വേണമെങ്കിൽ എഴുതാം ഇത് 2 എണ്ണം, അങ്ങനൊക്കെ ബാലൻസ് ചെയ്തിട്ടൊക്കെ എഴുതാം. അപ്പൊ 2 NaBr കിട്ടും. അപ്പൊ 2 Na വേണം. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ റിയാക്ഷൻ പഠിച്ചാൽ സോഡിയം ബ്രോമിനെ കൊണ്ടുപോകും, CH3 ഒറ്റക്കാവും, അത് അതുപോലത്തെ ഒരു CH3യോട് കൂടി ചേരും, ആൻസർ കിട്ടും. പക്ഷെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കണം. CH3 CH2 Cl ചിലപ്പോ ഇങ്ങനെയൊക്കെ ആവും തരട്ടോ. Na വിത്ത് ഡ്രൈ ചെയ്ത്, സോഡിയം വിത്ത് ഡ്രൈ ചെയ്ത് ചെയ്യാം. സോഡിയം ആരെ കൊണ്ടുപോവാ? ക്ലോറിന്. ശരിക്കും ബൈ പ്രൊഡക്റ്റ് പോലും എഴുതണം നിർബന്ധമില്ല, നമുക്ക് ആ മെയിൻ കോമ്പൗണ്ട് എഴുതിയാൽ മതി. ക്ലോറിനെ കൊണ്ടുപോകും, സോഡിയം ക്ലോറൈഡ് കിട്ടും. അത് എഴുതണം നിർബന്ധമില്ല എന്നാണ്, വേണമെങ്കിൽ എഴുതാം. ഇവിടെ ആരാ ഉള്ളത്? CH3CH2 അതുപോലത്തെ വേറെ ഒന്നിനോട് കൂടിച്ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CH3CH2 എന്ന് എഴുതിയിട്ടേ അടുത്ത് എഴുതുമ്പോ എങ്ങനെ എഴുതണം? CH2CH3 എന്ന് എഴുതണം. അപ്പോഴല്ലേ ബോണ്ട് റെഡി ആവുള്ളൂ. കാരണം CH2 CH2 കൂടെയാണ് ബോണ്ട് ഉണ്ടാക്കുക. റെഡി? അടുത്തൊരു മെയിൻ റിയാക്ഷൻ ആണ്, ഒക്കെ എപ്പോഴും ചോദിക്കട്ടോ, ആരോമാറ്റൈസേഷൻ. ഞാൻ ഫോക്കസ് ഏരിയന്റെ ബേസിൽ പ്രോബ്ലം ലെവലിൽ ഇമ്പോർട്ടന്റ് ആയത് പഠിപ്പിക്കാട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രോബ്ലമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യനിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ആരോമാറ്റൈസേഷൻ എന്നാണ് റിയാക്ഷന്റെ പേര്. റിയാക്ഷൻ എത്ര ഉള്ളൂ? നിങ്ങളുടെ കയ്യിലുള്ളത് N ഹെക്സൈൻ ആണ് എന്ന് പറഞ്ഞാല് നോർമൽ ഹെക്സൈൻ, സാധാ ഹെക്സൈൻ. സാധാ ഹെക്സൈൻ എന്ന് അർത്ഥം എന്താ അറിയാം? ബ്രാഞ്ചുകളൊന്നും ഇല്ലാത്ത ഹെക്സൈൻ. ഇതിനെ MO2O3 Cr2O3 അല്ലെങ്കിൽ V2O5 ഇതിലേതെങ്കിലും ഒന്ന് മതിട്ടോ. ഇതിന്റെ പ്രസൻസിൽ 773 കെൽവിൻ ചൂടാക്കിയാൽ ഈ സാധനം ബെൻസീനായി മാറും. ഇറ്റ് ബിക്കംസ് ബെൻസീൻ. ഈ ബെൻസീൻ എന്ന് പറഞ്ഞ സാധനം ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ ആരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ ആരോമാറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമിന് ഇപ്പൊ ഇങ്ങോട്ട് എന്താ ചോദിക്കുക? എക്സ്പ്ലെയിൻ ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ എന്ന് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതി കൊടുക്കണം, ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇതിനെ റിയാക്ഷൻ ആക്കി എഴുതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ചിലപ്പോ എങ്ങനെ ചോദിക്കാം? നോർമൽ ഹെക്സൈൻ തരും, ആരോമാക്കിൽ MO2O3 എന്നൊക്കെ തരും, എന്ത് കിട്ടും എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ബെൻസീൻ എഴുതി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബെൻസീന്റെ സ്ട്രക്ചർ എഴുതാം. നോർമൽ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ സാധാ ഹെക്സൈൻ ആണ്. 6 കാർബണുള്ള സാധനം നേരെ എഴുതാം. CH3 CH2 CH2 അങ്ങനെ 6 എഴുതാം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ റിയാക്ഷൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ ആൽക്കേനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയം, ഇമ്പോർട്ടൻ്റ് ആയ വിഷയം കൺഫർമേഷൻ ആണ്. കൺഫർമേഷൻ നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ്. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ട് തന്നെ പല രൂപത്തിൽ കാണപ്പെടുക, പല വ്യത്യസ്ത രൂപത്തിൽ കാണപ്പെടുക. എന്താണ് കൺഫർമേഷൻ ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രോബ്ലം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന സാധനം ചെയ്യാൻ പോകും. കൺഫർമേഷനെ റൊട്ടേമേഴ്സ് എന്നും വിളിക്കൂട്ടാ. റൊട്ടേമേഴ്സ് എന്ന് വിളിക്കും.
ഇത് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്. അവിടുന്നാണ് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾക്ക് ആ പേര് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഒന്ന് സ്റ്റാഗേർഡ്, 2 എക്ലിപ്സ്ഡ്, 3 സ്ക്യൂ. ഇതെന്താ നമ്മൾ പറയാൻ പോവാട്ടോ. അപ്പോ റൊട്ടേമേഴ്സ്, കൺഫർമേഷൻസ് 3 ടൈപ്പ് ഉണ്ട്. പേരെന്തൊക്കെയാണ്? സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്, സ്ക്യൂ. ഈ സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോഴേ ആറ്റംസ് ഒക്കെ മാക്സിമം ദൂരെ ആയിരിക്കും. ആറ്റംസ് മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും. എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, എക്ലിപ്സ് ചെയ്ത് കിടക്കുകയാണ്, മിനിമം ഡിസ്റ്റൻസിലായിരിക്കും. ഈ സ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇൻ ബിറ്റ്വീൻ, മാക്സിമം അല്ല മിനിമം അല്ല, അതിന്റെ ഇടയിൽ. ഇതാണ് റൊട്ടേമേഴ്സ്. 3 ടൈപ്പ് ഉണ്ട്: സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്, സ്ക്യൂ. മാക്സിമം ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ്, ഇൻ ബിറ്റ്വീൻ. ഓക്കെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിൽ ആരാണ് ഏറ്റവും സ്റ്റേബിൾ? ഇതിൽ ഏറ്റവും സ്റ്റേബിള് സ്റ്റാഗേർഡ് ആണ്. കാരണം ആളുകളൊക്കെ വളരെ ദൂരെ ആയതുകൊണ്ട് റിപ്പൽഷൻ കുറവായിരിക്കും. പിന്നെ ആരാന്നറിയോ? സ്ക്യൂ ആണ്. പിന്നെ ആരാ? എക്ലിപ്സ്ഡ് ആണ്. സ്ക്യൂ ഇടയിൽ വരെയുള്ള കാരണം മനസ്സിലായില്ലേ? എക്ലിപ്സിനാണ് സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. കാരണം എന്താ? സോറി, എക്ലിപ്സിനാണ് സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ്. എന്താ കാരണം? എക്ലിപ്സ് എന്ന് പറയുമ്പോൾ ആറ്റംസ് ഒക്കെ വളരെ അടുത്തായിരിക്കും, ഹൈ റിപ്പൾഷൻ ആയിരിക്കും. അപ്പൊ ഇത് ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി എന്താണ് കൺഫർമേഷൻ എന്ന് ഞാൻ പറഞ്ഞാണ്. 3 ടൈപ്പ് ഉണ്ട്: സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ് ആൻഡ് സ്ക്യൂ. എക്സാമിന് ചോദിക്കുക ഈഥെയിൻ. മക്കളെ ശ്രദ്ധിക്കട്ടോ, ഇവിടെയാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ വരിക. CH3 CH3, ഈഥെയിൻ CH3 CH3. ഇതിന്റെ സ്റ്റാഗേർഡിന്റെ ഫോം വരക്കണം, എക്ലിപ്സിന്റെ ഫോം വരക്കണം. സ്ക്യൂവിന്റെ ഫോം വരക്കാൻ ചോദിക്കില്ല, കാരണം അത് ഇൻ ബിറ്റ്വീൻ ആണ്, അത് കുറേ ഉണ്ട്. സ്റ്റാഗേർഡും എക്ലിപ്സും വരക്കാനാ പറയാം. ഇത് വരക്കാൻ 2 ടെക്നിക്ക് ഉണ്ട്. ഒന്ന് ന്യൂമാൻ റെപ്രസെന്റേഷൻ. ന്യൂമാൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കൊണ്ടുവന്ന റെപ്രസെന്റേഷൻ, ന്യൂമാൻ റെപ്രസെന്റേഷൻ. നോക്കിയോട്ടാ, ഈ CH3 CH 2 കാർബൺ ഇല്ലേ, അതിലൊരു കാർബണിനെ ഒരു ഡോട്ടായി റെപ്രസെന്റ് ചെയ്യാം, ഒരു കാർബണിനെ ഒരു റിംഗ് ആയി റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഡോട്ട് ആരാ? ഒരു കാർബൺ. ഈ സർക്കിൾ ആരാ? അടുത്ത കാർബൺ. ഇനി നോക്കിയോളൂ, ഈ ഡോട്ട് ഒരു കാർബൺ അല്ലേ, അതിൽ 3 H ഇല്ലേ? ആ 3 H ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറിൽ കാണിക്കാം. ഈ അടുത്ത വട്ടം ഒരു കാർബൺ അല്ലേ, അതിലുണ്ടല്ലോ 3 H. അതും ഒരു ട്രയാങ്കിൾ ആയിട്ട് കാണിക്കുമ്പോ ഇപ്പൊ കാണിച്ച നേരെ ഓപ്പോസിറ്റ് ആയി കാണിക്കാം. ഇതാ, ഒരു H ഇവിടെ, ഒരു H ഇവിടെ, ഒരു H ഇവിടെ. നിങ്ങൾ പറ, ഇവിടെ ആറ്റംസ് ഏറ്റവും അടുത്താണോ ദൂരെയാണോ? അതായത് സ്റ്റാഗേർഡ് ആണോ എക്ലിപ്സ്ഡ് ആണോ ഞാൻ ഈ വരച്ചത്? കമന്റ് ചെയ്യും. സ്റ്റാഗേർഡ്. ദിസ് ഈസ് സ്റ്റാഗേർഡ്. കാരണം ആൾക്കാരൊക്കെ വളരെ ദൂരല്ലേ. അപ്പൊ എക്ലിപ്സ്ഡ് എങ്ങനെ വരക്കാൻ നോക്കൂ? നേരത്തെ കൊടുത്ത പോലെ ആദ്യം ഒരു ഡോട്ട് ഇട്ടു, റിംഗ് ഇട്ടു. നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കാർബണിലുള്ള ആ 3 H ഉണ്ടല്ലോ, അതുപോലെ തന്നെ കാണിക്കാം. എന്നിട്ട് ആ വട്ടത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അതിന്റെ കൂടെ H ഇതാ തൊട്ടടുത്ത് കാണിക്കാം. 1 2 3.
ഇപ്പോ ഓരോ എച്ചും അടുത്തായില്ലേ, ഇതാണ് ഇതിന്റെ എക്ലിപ്സ്. ഇതാണ് നിങ്ങളെ ചോദ്യം കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യാൻ കാരണം ഇതാണ് എക്സാമിന് ചോദിക്കുക. ന്യൂമാൻ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. സ്റ്റാഗേർഡും വരച്ചു, എക്ലിപ്സ് ഇതിന് വരച്ചു കൊടുത്താൽ മതി. ഇതെങ്ങനെ വരച്ചു എന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇത് വരച്ചു കൊടുത്താൽ മാർക്ക് കിട്ടും. റെഡി? നമ്പർ 2, സോ ഹോഴ്സ് റെപ്രസെന്റേഷൻ. രണ്ട് തരം റെപ്രസെന്റേഷൻ ഉണ്ട്. ഒന്ന് ന്യൂമാന്, അടുത്തത് സോഹോസ്. സോഹോസ് റെപ്രസെന്റേഷനിൽ ശ്രദ്ധിക്കണം, കാർബൺക്കും കാർബൺ കിടക്കുള്ള ബോണ്ട് ഇങ്ങനെ ചെരിച്ചു വരക്കുക. അപ്പൊ ഈ എൻഡിലൊരു കാർബൺ ഉണ്ട്, ഈ എൻഡിലും ഒരു കാർബൺ ഉണ്ട്, ഇങ്ങനെ ചെരിച്ചു വരക്കുക. എന്നിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിക്കും. ഇവിടെ ട്രയാങ്കിൾ വരക്കുമ്പോ നേരെ ഓപ്പോസിറ്റ് ആക്കി കാണിച്ചാൽ ആറ്റംസ് ദൂരെയാണ് എന്നർത്ഥം. ഓപ്പോസിറ്റ് ആയി കാണിച്ചാൽ ആറ്റംസ് ദൂരെയാണ് എന്നർത്ഥം. അത് സ്റ്റാഗേർഡ്. അത്രേ ഉള്ളൂ. അതേപോലെ ചെരിച്ചു വരക്കുന്നു. ഒരു സൈഡിൽ മാറ്റണ്ട, ഞാനിപ്പോ ഈ ഭാഗം മാറ്റണില്ല, ഇതേപോലെ തന്നെ വരച്ചു. ഇനി അടുത്ത സൈഡ് ഉണ്ടല്ലോ, അത് ഇതേപോലെ തന്നെ വരക്കാം. മുകൾക്ക് താഴോട്ട്. ദിസ് ഈസ് എക്ലിപ്സ്ഡ്. അപ്പൊ സ്റ്റാഗേർഡുമായി എക്ലിപ്സുമായി. അപ്പോ ഒരേപോലെ വരക്കുമ്പോ അടുത്തടുത്ത് വരും, അപ്പൊ എക്ലിപ്സ്ഡ്. ഓപ്പോസിറ്റ് ആക്കി വരക്കുമ്പോ ദൂരെ പോവും, സ്റ്റാഗേർഡ്. റെഡി? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കീൻ ആണ് കേട്ടോ. ആൽക്കീൻ. ആൽക്കീനില് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന സാധനം എന്താ പറയുക? അഡീഷൻ ഓഫ് HBr. HBr ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അഡീഷൻ ഓഫ് HBr വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. CH2 ഡബിൾ ബോണ്ട് CH2, ഇതൊരു ആൽക്കീനാണ്. ഇതിലോട്ട് HBr ആഡ് ചെയ്യാണ്. അപ്പൊ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ബോണ്ട് പൊട്ടിക്കണം. എടാ, ഈ രണ്ട് കാർബണും ഈക്വൽ അല്ലേ? ഒരു കാർബണിൽ 2H, അടുത്ത കാർബണിൽ 2H. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് സിമ്മട്രിക്കൽ എന്നാണ്. ആ പേരൊന്നും നോക്കണമെന്നില്ല, സിമ്മട്രിക്കൽ ആണ്. അപ്പൊ ഇതിലോട്ട് ഏതിലോട്ട് H പോയാലും ഏതിലോട്ട് Br പോയാലും സെയിം ആൻസറാ കിട്ടുക. ഇനി തിരിച്ചെഴുതിയാലും ഒരേ ആൻസറാ കിട്ടുക. അപ്പൊ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് CH3 CH2 Br. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഏതെങ്കിലും ഒരു കാർബണിലോട്ട് H പറഞ്ഞേക്കാം, ഏതെങ്കിലും ഒരു കാർബണിലോട്ട് Br പറഞ്ഞേക്കാം. അത് എങ്ങോട്ട് പറഞ്ഞാൽ സെയിം എഫക്റ്റ് ആണ്. റെഡി? വേണമെങ്കിൽ തിരിച്ചെഴുതി നോക്കൂ, ഇതേ ആൻസർ തന്നെ കൂട്ടെ, CH3 CH2 Br. എന്നാൽ ഇനിയാണ് കളി. ഇവ ഡബിൾ ബോണ്ട് ഉണ്ടാക്കിയ രണ്ട് കാർബണും നോക്കൂ, വ്യത്യാസമില്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താ? അൺസിമ്മട്രിക്കൽ. അൺസിമ്മട്രിക്കലിലോട്ടാണ് നിങ്ങൾ HBr പറഞ്ഞു വിടുന്നത് എങ്കിൽ ഈ റിയാക്ഷൻ നടക്കുന്നത്
ഈ പേര് പഠിച്ചു വെക്കണം. മാർക്കോണിക്കോഫ്സ് റൂളിന് അടിസ്ഥാനമാക്കിയാണ് ഈ അഡീഷൻ നടക്കുന്നത്. മാർക്കോണിക്കോഫ്സ് റൂളിന് അടിസ്ഥാനമാക്കിയാണ്. എന്താണ് മാർക്കോണിക്കോഫ്സ് റൂൾ എന്നറിയോ? നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. നെഗറ്റീവ് പാർട്ട് ഇപ്പൊ HBr H പ്ലസും Br മൈനസും അല്ലേ? നമുക്കറിയാലോ H+ഉം Br മൈനസും. അതിൽ നെഗറ്റീവ് പാർട്ട് H കുറഞ്ഞ സ്ഥലത്ത് പോകും. നോക്കൂ, ഈ കാർബണില് ഒരു H അല്ലേ ഉള്ളൂ, അടുത്ത കാർബണിൽ 2 H ഉണ്ട്. അപ്പോ Br എടുക്കാൻ പോവാ ഇങ്ങോട്ട്, H ഇങ്ങോട്ട്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? CH3 CHBr ഇതേ കിട്ടൂ. CH3 ഇതാണ് മേജർ പ്രൊഡക്റ്റ് എന്ന് പറയട്ടെ. എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ആയിട്ട് കിട്ടുക. നേരെ ഓപ്പോസിറ്റ് ചിലപ്പോൾ കുറച്ചൊക്കെ പോവാം, പക്ഷെ കാര്യമാക്കണ്ട. മേജർ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പൊ നിങ്ങൾ പറ, അൺസിമെട്രിക്കൽ ആൽക്കീനിലോട്ട് HBr ആഡ് ചെയ്യുമ്പോൾ മാർക്കോണിക്കോഫ്സ് റൂൾ നോക്കണം. എന്താണ് മാർക്കോണിക്കോഫ്സ് റൂൾ? നെഗറ്റീവ് പാർട്ട് പോകുന്നത് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞ സ്ഥലത്തേക്കാണ്. നെഗറ്റീവ് പാർട്ട് പോകുന്നത് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, ഇതേ കോമ്പൗണ്ടിലോട്ട് HBr ആഡ് ചെയ്യുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ്, ശ്രദ്ധിക്കൂ, ഇൻ ദ പ്രസൻസ് ഓഫ് ഏതെങ്കിലും ഒരു പെറോക്സൈഡ്, ഏതെങ്കിലും ഒരു പെറോക്സൈഡ്, നിങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊക്കെ കേട്ടില്ലേ, H2O2, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ കളി മാറും. എന്താ കളി മാറാ അറിയാം? മാർക്കോണി പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നടക്കും. അപ്പൊ നമ്മൾ അതിനെ ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് വിളിക്കട്ടോ. അപ്പൊ എപ്പോഴാണ് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ നടക്കുക? അവിടെ പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് നടക്കണമെങ്കിൽ. നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്ത പെറോക്സൈഡ് എക്സാമ്പിള് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അതന്നെ മിക്കവാറും എക്സാം ചോദിക്കും. മിക്കവാറും പെറോക്സൈഡ് എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പൊ മാർക്കോണി പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നടക്കും എന്ന് പറഞ്ഞാല് നെഗറ്റീവ് പാർട്ടായ Br എങ്ങോട്ട് പോവും? ഹൈഡ്രജന്റെ എണ്ണം കൂടുതൽ സ്ഥലത്തേക്ക് പോകും. ഈ ഡബിൾ ബോണ്ടിന് സ്ഥലത്തേക്കാണ് അഡീഷൻ നടക്കട്ടോ. ഈ CH3 പോലെ, കാരണം അവിടെ ഒന്നും ബോണ്ട് പൊട്ടുന്നില്ലല്ലോ. അപ്പൊ എന്താ ആൻസർ കിട്ടുക? CH3. അപ്പൊ ഈ CHലോട്ട് ആര് വരും? H വരും. അപ്പൊ CH2 ആവും. CH2 Br, CH3 CH2 CH2 Br. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഉറപ്പാട്ടോ. അത്ര എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് HBr ആഡ് ചെയ്യുമ്പോൾ പെറോക്സൈഡ് ഉള്ളതും പെറോക്സൈഡ് ഇല്ലാത്തതും. പെറോക്സൈഡ് ഇല്ലെങ്കിൽ മാർക്കോണിക്കോഫ്സ് റൂൾ, പെറോക്സൈഡ് ഉണ്ടെങ്കിൽ ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. ഈ ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് കരാഷ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇതിനെ കരാഷ് എഫക്റ്റ് എന്ന് വിളിക്കൂട്ടോ. കരാഷ് എഫക്റ്റ് എന്ന് വിളിക്കും. റെഡി? ഇനി നമുക്ക് പഠിക്കാനുള്ളത്
ആൽക്കൈനാണ്. ആൽക്കൈൻ. ഇതിന്റെ പ്രിപ്പറേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഈ ആൽക്കൈനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്താണ് പ്രിപ്പറേഷൻ അറിയോ? ശ്രദ്ധിച്ചോട്ടാ. ഞാനിവിടെ ആൽക്കീന്റെ പ്രിപ്പറേഷൻ കൊണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. CH3 CH2 Br. ഓക്കെ, ഒരു ഹാലോ ആൽക്കീനാണ്. ഇതിന് നിങ്ങൾ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണേ. ആൽക്കഹോളിക് KOH റിയാക്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തില്ല. ആരോടാണ്? ആൽക്കഹോളിക്, ആൽക്കഹോളിൽ ലയിപ്പിച്ച KOH റിയാക്ട് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യാന്നറിയാം? ഈ Br ഇവിടുന്ന് പോകും. അത് ബാലൻസ് ചെയ്യാൻ നെക്സ്റ്റ് കാർബൺ ഒരു H പോകും. സ്വന്തം കാർബൺ H പോയാൽ ബാലൻസ് ആവില്ല, അടുത്ത കാർബൺ H പോകും. അപ്പൊ എന്താ അവിടെ കിട്ടുക? CH3 എന്നുള്ളത് CH2 ആവും, ഇതും CH2 ആവും. രണ്ട് കാർബൺക്കും ഓരോ ബോണ്ട് നഷ്ടപ്പെട്ടില്ലേ? അത് ശരിയാക്കാൻ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഹാലോ ആൽക്കെയിൻ നമുക്ക് എന്ത് കിട്ടി? ആൽക്കീന് കിട്ടി. ഇത് ആൽക്കീൻ ആട്ടോ. ദിസ് ഈസ് ആൽക്കീൻ. അപ്പൊ സാർ നിങ്ങൾ ചോദിക്കും, സാർ ആൽക്കൈൻ അല്ലേ നമ്മൾ പഠിക്കണത്? അതെ, ആൽക്കൈൻ പഠിക്കാൻ പോവാണ്. CH2 Br, സിംഗിൾ ബോണ്ട് CH2 Br, രണ്ട് Br ഉണ്ട്. ഇതിനെ നമ്മൾ റിയാക്ട് ചെയ്യിക്കാണ് ആൽക്കഹോളിക് KOH. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തായിരിക്കും അവിടെ നടക്കുന്ന റിയാക്ഷൻ. Br പോകും, അത് ബാലൻസ് ചെയ്യാൻ നെക്സ്റ്റ് കാർബൺ എന്നൊരു H പോകും. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, അങ്ങനെ ഒരൊറ്റ Br പറഞ്ഞേക്കാനേ ആൽക്കഹോളിക് KOH പറ്റൂ. ഒരൊറ്റ Br പറഞ്ഞേക്കാനേ ആൽക്കഹോളിക് KOH പറ്റൂ. അപ്പൊ എന്താ ആൻസർ കിട്ടുക? ഇവിടെ CH എന്നാവും, ഇവിടെ Br എന്നാവും. ഡബിൾ ബോണ്ട് വരും, CH2 എന്ന് വരും. അപ്പൊ ഒരു Br പോയിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ സംഭവം ആൽക്കീൻ ആയില്ലേ? ആൽക്കീൻ. എന്നാൽ ഈ ആൽക്കീനിലോട്ട് ശ്രദ്ധിക്കണം, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. സോഡമൈഡ്, സോഡമൈഡ്. ഇതിന് NaNH2 എന്നാ വിളിക്കട്ടോ. സോഡമൈഡ് എന്ന് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ NaNH2 കൊടുത്താൽ എന്താ സംഭവിക്കുക അറിയോ? അടുത്ത Br പോകും, നെക്സ്റ്റ് കാർബൺ H പോകും. അപ്പൊ CH ഡബിൾ ബോണ്ട് CH ആണ്, രണ്ടാൾക്കും ഓരോ ബോണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് ട്രിപ്പിൾ ബോണ്ട് ആവും. കഴിഞ്ഞു. അപ്പൊ ആൽക്കീൻ ഉണ്ടാക്കി, അവിടുന്ന് ആൽക്കൈൻ ഉണ്ടാക്കി. അപ്പൊ ആൽക്കഹോളിക് KOH കൊടുത്താൽ ഒരാളെ പോകൂ, അടുത്ത ആള് പോണെങ്കിൽ സോഡമൈഡ് കൊടുക്കണം. സോഡമൈഡ് കൊടുക്കണം. ഇനി ഇത് രണ്ട് റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, അഡീഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഒരു അഡീഷൻ പഠിക്കാൻ കേട്ടോ. ആൽക്കൈൻ ആണ്, ഇതാ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആരൊക്കെ ഉണ്ടെന്ന് അറിയാം? H2SO4 വേണം, അതുപോലെ HgSO4 വേണം. ഇതൊക്കെ പഠിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല.
ഇൻ ദ പ്രസൻസ് ഓഫ് H2SO4 അതുപോലെ HgSO4. നോക്കാം. നിങ്ങൾ പറ, വെള്ളത്തിൽ ഏതൊക്കെ അയോൺ ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്യും. വെള്ളത്തിൽ ഏതൊക്കെ അയോൺ ഉണ്ട്? നോർമലി നമ്മൾ പറയാ വെള്ളത്തിൽ H+ ഉണ്ട്, OH- ഉണ്ട് എന്നാണ്. യെസ്, H+ ഉണ്ട്, OH- ഉണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെ അറിയാം? H+ ഉണ്ട് എത്രണ്ണം? 2 എണ്ണം. പിന്നുള്ളത് O2- ആണ്. എന്നാ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. H+ 2 എണ്ണം ഉണ്ട്, O2. ഇങ്ങനെ പഠിച്ചാൽ ആൻസർ വേഗം എഴുതാൻ പറ്റും. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് എത്ര ബോണ്ട് പൊട്ടണം? 2 ബോണ്ട് പൊട്ടണം. എന്നിട്ട് ഒരു കാർബണിലോട്ട് H പോകും, ഒരു കാർബണിലോട്ട് ഓക്സിജൻ പോകും. ഞാൻ ഇപ്പൊ കാണിച്ചത് സിമ്മട്രിക്കൽ അല്ലേ? CH ട്രിപ്പിൾ ബോണ്ട് CH. അപ്പൊ എങ്ങോട്ട് പോയാലും സെയിം എഫക്റ്റ് ആണ്. എങ്ങോട്ട് പോയിക്കോട്ടെ, ഈ 2 H കൂടി ഈ കാർബണിക്ക് പോട്ടെ, ഈ ഓക്സിജൻ ഇങ്ങോട്ടും വരട്ടെ. അപ്പൊ എന്താ കിട്ടാറോ? CH3 CHO. 2 ബോണ്ട് പൊട്ടിയ സ്ഥലത്തേക്ക് ഒരു ഓക്സിജൻ വന്നാൽ മതിട്ടോ. കാരണം ഓക്സിജൻ 2 ബോണ്ട് ഉണ്ടാക്കുന്ന ആളാണ്. നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 2 കാർബണിലെ ആൾഡിഹൈഡ് ആണ് എഥനാൽ. 2 കാർബണിലെ ആൾഡിഹൈഡ് ആണ് എഥനാൽ. സിമ്പിൾ. ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാത്ത സിമ്മട്രിക്കൽ ആയതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതണം. ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതണം. ഇത് അൺസിമ്മട്രിക്കൽ ആണ്. അൺസിമ്മട്രിക്കൽ ആകുമ്പോൾ നമ്മൾ റൂള് പറഞ്ഞല്ലോ, മാർക്കോണിക്കോഫ്സ് റൂൾ. അത് ഇവിടെ കേട്ടോ. ഇവിടെ പിന്നെ ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ ഒന്നും വരുന്നില്ല. മാർക്കോണിക്കോഫ്സ് റൂൾ എന്താണ്? മാർക്കോണിക്കോഫ്സ് റൂള് നെഗറ്റീവ് പാർട്ട് പോവേണ്ടത് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ആരാന്നൊക്കെ നമുക്കറിയാം, ഓക്സിജൻ ആണ്. അത് പോവേണ്ടത് ഹൈഡ്രജൻ എണ്ണം കുറഞ്ഞ സ്ഥലത്തേക്ക്. എടാ ഈ കാർബണിൽ H അല്ലോ, അപ്പൊ അങ്ങോട്ട് പോകും. ഈ ബാക്കിയുള്ള 2 H കൂടി ഇങ്ങോട്ടും പോകും. അപ്പൊ എന്താ കിട്ടും നമുക്ക്? CH3 CO CH3. ശരിയല്ലേ? CH3 CO CH3. ഇതിന്റെ പേര് പ്രൊപ്പനോൺ എന്നാണ്. കീറ്റോൺ ആണ്, 3 കാർബൺ ആണ് പ്രൊപ്പനോൺ. ഇത് രണ്ടുമേ ചോദിക്കൂ, ഇതിനപ്പുറത്തേക്ക് ചോദിക്കൂല. അപ്പൊ ഒന്ന് സിമ്മട്രിക്കൽ എഴുതി, അടുത്ത അൺസിമ്മട്രിക്കൽ എഴുതി. റെഡി? ഇതാണ് അഡീഷൻ ഓഫ് വാട്ടർ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ. പോളിമർ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കൂടിച്ചേരും, ഒരു സൈക്കിൾ ആയിട്ടാണ് കൂടിച്ചേരും. ഒരൊറ്റ റിയാക്ഷനുള്ള ഈഥൈൻ. ഇതിനെ നിങ്ങൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടണം. റെഡ് ഹോട്ട് അയൺ ട്യൂബ്.
അതിലൂടെ കടത്തിവിടുക. 873 കെൽവിനിലാണ് കടത്തിവിടുന്നത്. ഈഥൈനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുക. അങ്ങനെ കടത്തിവിട്ടാൽ 3 ഈഥൈനുകൾ കൂടിച്ചേരും. ഈഥൈൻ എന്ന് ആരാറിയോ? CH ട്രിപ്പിൾ ബോണ്ട് CH. അതിൽ 2 കാർബണും ഉണ്ട്, 2 ഹൈഡ്രജനും ഉണ്ട്. അങ്ങനത്തെ 3 എണ്ണം കൂടി ചേർന്നാൽ 6 കാർബണും 6 ഹൈഡ്രജനും ആവും. അതായത് C6H6. ഇതാ മനസ്സിലായോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? C6H6. ബെൻസീൻ. വെരി ഗുഡ്. ബെൻസീൻ കിട്ടും. അതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഇതിനെ സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ചോദിക്കുക, വേറെ ഒന്നുമല്ല ചോദിക്കുക. അതില് ഈഥൈനിനെ എങ്ങനെ ബെൻസീൻ ആക്കാം, ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുന്നു അറ്റ് 873 കെൽവിൻ. 3 ഈഥൈനുകൾ കൂടിച്ചേരും. You will get benzene. Okay. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബെൻസീനെ കുറിച്ചിട്ടാണ്. ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് ബെൻസീൻ. ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലൊരു പ്രിപ്പറേഷൻ അപ്പൊ പറഞ്ഞു കഴിഞ്ഞത് സൈക്ലിക് പോളിമറൈസേഷൻ. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിപ്പറേഷൻ എന്താ അറിയാം? ബെൻസീൻ റിങ്ങില് OH ഉണ്ട്, ധാരാള് ഫീനോൾ. ഫീനോളിനെ സിങ്ക് ഡസ്റ്റ്, സിങ്ക് പൊടിയുടെ പ്രസൻസിൽ ചൂടാക്കിയാൽ മതി. ഇതൊക്കെ എപ്പോഴും ചോദിക്കട്ടോ, അത് സിമ്പിൾ ആണെങ്കിൽ പോലും എപ്പോഴും എക്സാമിന് വരുന്ന ഭാഗമാണ്. സിങ്ക് എന്താ ചെയ്യാന്നറിയോ? സിങ്ക് ഇവിടുത്തെ ഓക്സിജനെ പിടിച്ചോണ്ടോ, ZnO. പിന്നെ അവിടെ H അല്ലേ ഉള്ളൂ. ആ എച്ചും കൂടി ചേർന്ന സാധനമാണ് ആര്? ബെൻസീൻ. H വേറെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന്റെ ഫോർമുല എന്ത് ചെയ്യുന്നു? C6H6. എല്ലാ കാർബണിലും H ഉണ്ട്. ബെൻസീൻ കിട്ടി. അപ്പൊ ഫീനോളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? ബെൻസീൻ ഉണ്ടാക്കാം. 3 പ്രിപ്പറേഷൻ പഠിക്കാനുള്ളത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രിപ്പറേഷൻ ഇനി ഒന്നും കൂടി പഠിക്കാണ്. ഇത് വളരെ സിമ്പിൾ ആട്ടോ. ഇത് ഫീനോളിൽ നിന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ്. അടുത്ത ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ. അതായത് ബെൻസീൻ റിങ്ങില് ഉള്ള ആളാരാന്നറിയാം? COON. ബെൻസീൻ റിങ്ങിൽ ആരല്ലേ? COON. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് സോഡിയം, എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ മക്കളെ. സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. ധാരാളാണ് സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ്. ഇതിനെ NaOH-നോടും CaO-നോടുള്ള മിക്സ്ചറുമായി റിയാക്ട് ചെയ്യാം. NaOH ആൻഡ് CaO. ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം അതിൽ NaOH ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുക, CaO സഹായിക്കുള്ളൂ. ഈ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. ആ മിക്സ്ചറിന്റെ പേരാണ് സോഡ ലൈം. അപ്പൊ ചിലപ്പോ ആരോ മാർക്കില് സോഡ ലൈം എന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇപ്പുറത്താണ് ബെൻസീൻ എന്ന് എഴുതിയാൽ മതി.
അത് എങ്ങനെ കിട്ടിയൊന്നും കാര്യമില്ല. ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. Na2CO3. Na2CO3 എങ്ങനെ ഉണ്ടായെന്ന് വെറുതെ ഒന്ന് പറഞ്ഞുതരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാ ഒരു Na ഒരു Na2 ആയില്ലേ, COO ഇതാ Na2CO3. ഇവിടെ ഒരു H ഇല്ലേ, H, ആ H ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും, ബെൻസീനാവും. ഒന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് തരും, സോഡ ലൈം തരും, എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ബെൻസീൻ എന്ന എഴുതി കൊടുക്കാം. ബൈ പ്രൊഡക്റ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ CO കാറ്റലിസ്റ്റ് ആണ്, CO അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. റെഡി? 3 പ്രിപ്പറേഷനിൽ 3ഉം പറഞ്ഞിട്ടാ. ഇതിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നിങ്ങൾ പഠിക്കണം. NaOH ആൻഡ് CaO മിക്സ്ചർ ആണ്, സോഡ ലൈം. ശ്രദ്ധിക്കണം. ഇനി ബെൻസീനിന്റെ 2 റിയാക്ഷൻ കൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ തീരും. ഒന്ന് നൈട്രേഷൻ, ഹെഡിങ് ചെയ്ത നൈട്രേഷൻ. അതായത് ബെൻസീനിനെ കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട് ചെയ്യണം, കൂടെ കോൺസെൻട്രേറ്റഡ് H2SO4 വേണം. എക്സാം ചോദിക്കൂട്ടാ, കാരണം ആകെ 2 പഠിക്കാനുള്ള പ്രോപ്പർട്ടി. അപ്പൊ അതിനൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പൊ ബെൻസീനായിട്ട് റിയാക്ട് ചെയ്യേണ്ടത് കോൺസെൻട്രേറ്റഡ് HNO3 വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. എന്താ സംഭവിക്കാന്നറിയോ? ബെൻസീൻ റിങ്ങിലോട്ട് NO2 വന്ന് ലിങ്ക് ചെയ്യും, NO2. അപ്പൊ എന്റെ പേരെന്തായി? നൈട്രോ ബെൻസീൻ. ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കില്ല. ഇതിൽ വേറെ അപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എങ്ങനെ കിട്ടി എന്നും ചോദിക്കൂല. എങ്ങനെ NO2 വന്നത് അത് നമ്മളെ ക്വസ്റ്റ്യൻ അല്ല. NCERT പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും എക്സാമിന് ചോദിക്കൂല. എക്സാമിന് ഇതേ ഉള്ളൂ. ബെൻസീൻ കോൺസെൻട്രേറ്റഡ് HNO3 വിത്ത് H2SO4 കൊടുത്താൽ യു വിൽ ഗെറ്റ് നൈട്രോ ബെൻസീൻ. അതുപോലെ വൺ മോർ റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. നേരത്തെ നൈട്രേഷൻ എന്ന് പറഞ്ഞപ്പോ നൈട്രോ ഗ്രൂപ്പ് അല്ലേ വന്നത്. ഇവിടെ ആൽക്കൈലേഷൻ എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് വരും. സയന്റിസ്റ്റുകളെ പേരാണ് ഫ്രീഡലും ക്രാഫ്റ്റും. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. ബെൻസീൻ റിയാക്ട് വിത്ത് CH3Cl. ബെൻസീൻ റിയാക്ട് വിത്ത് CH3Cl ഇൻ ദ പ്രസൻസ് ഓഫ്, അത് മറക്കരുത്, anhydrous AlCl3. In the presence of anhydrous AlCl3. റെഡി? എന്താ ഉണ്ടാവാറ്? ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ വരേണ്ടത്. എവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്? ഇതാ CH3. അത് ബെൻസീൻ റിങ്ങിൽ പോയി ലിങ്ക് ഉണ്ടാവും. ബെൻസീൻ റിങ്ങിൽ CH3 ഉണ്ടാവും. ബൈ പ്രൊഡക്റ്റ് നിങ്ങൾ കാര്യമാക്കണ്ട. ഈ ബെൻസീൻ റിങ്ങിൽ CH3 വന്നാൽ അതിന് സ്പെഷ്യൽ പേരുണ്ട്. അതാണ് ടോളുവിൻ. ആ പേര് പഠിച്ചു വെക്കണം, ടോളുവിൻ. ഇതേ ചോദിക്കൂ, ഇതേ ചോദിക്കൂ, ഡോൺ വറി, യു വിൽ ഗെറ്റ് ടോളുവിൻ. അപ്പോ
CH3 എന്ന് പറയുമ്പോൾ മീതൈലാണ്, മീതൈൽ. അതിനെ മൊത്തത്തിൽ ആൽക്കൈലുകൾ എന്നാണ് വിളിക്കുക. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ് ഇതിനെ ആൽക്കൈലേഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയും പഠിച്ചാൽ ഹൈഡ്രോ കാർബൺ ആയി. എല്ലാ ക്വസ്റ്റ്യനും തന്നു. ഇതിന്റെ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനോ ഒരു റിയാക്ഷനോ നിങ്ങളുടെ എക്സാമിന് ചോദിക്കൂല. എല്ലാം പറഞ്ഞു. ഫോക്കസ് ഏരിയ മൊത്തം പറഞ്ഞിട്ടുണ്ടേ, ഫോക്കസ് ഏരിയ മൊത്തം പറഞ്ഞിട്ടുണ്ട്. അതിൽ വിട്ടുപോയൊരു സാധനം കൂടി പറയാം. അത് നമ്മളെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തോണ്ട് ഒഴിവാക്കിയാണ്. പക്ഷെ അതും കൂടി പറഞ്ഞാൽ ഫുൾ ആയല്ലോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈനിലെ ഒരു സാധനമുണ്ട്. ഫ്രം കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കുക. അതൊരു 3 സ്റ്റെപ്പുള്ള പ്രോസസ്സാണ്. പൊതുവേ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും അത് നമ്മൾ ഇതിൽ പറയുന്നതുകൊണ്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാം. ഇത് 3 സ്റ്റെപ്പ് ചെയ്തു ചോദിക്കുകയാണെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കട്ടോ. 3 സ്റ്റെപ്പ് ചെയ്ത. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ അറിയാം? കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കുക. അപ്പൊ അത് പൊട്ടിയിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായി മാറും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് പോകും. പോട്ടെ, അത് നമുക്ക് ആവശ്യമില്ല. കാൽഷ്യം കാർബണിനെ ചൂടാക്കിയപ്പോ CO കിട്ടി. 2, ഈ CaOനെ കാർബണുമായി റിയാക്ട് ചെയ്യുക. കാർബൺ. അപ്പൊ എന്താ കിട്ടുക അറിയോ? CaC2 പ്ലസ് CO. CO ഗ്യാസ് ആയി പോകും. മൊത്തത്തിൽ 3 C വേണ്ടി വരും. ബാലൻസിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ CaC2വിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. കാൽഷ്യം കാർബൈഡ്. ഇതിന്റെ പേരാണ് കാൽഷ്യം കാർബൈഡ്. ഇപ്പൊ അവിടെ എത്തി, കാൽഷ്യം കാർബൈഡ് എത്തി. 3ാമത്തെ സ്റ്റെപ്പ് എവിടെ ചെയ്താ? ഈ കാൽഷ്യം കാർബൈഡിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. H2O. സിമ്പിൾ. ഇവിടുത്തെ 2 സിയും ഇവിടുത്തെ 2 Hഉം കൂടി ചേർന്നിട്ട് C2H2 ഉണ്ടാവും. ആരാ C2H2? അതാണ് ഈഥൈൻ. CH ട്രിപ്പിൾ ബോണ്ട് CH. ഈഥൈൻ. അപ്പൊ ചിലപ്പോ എക്സാമിന് എന്താ ചോദിക്കാറിയോ? കാൽഷ്യം കാർബൈഡ് എങ്ങനെ ഈഥ ഉണ്ടാക്കാം? 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നുമല്ല, അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ കാൽഷ്യം കാർബണേറ്റ് എന്നാണ് പുറപ്പെടുന്നത്. പുറപ്പെട്ട് CaO ആയി. ആ CaO CaC2 ആയി. അതാണ് പിന്നെ ഈഥൈനായി മാറുന്നത്. ഓക്കെ, ഇത്രയുമാണ് പഠിക്കാനുള്ള റിയാക്ഷൻസ്. നിങ്ങളുടെ സുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, റിയാക്ഷൻസ് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. അതിൽ കുറേ റിയാക്ഷൻസ് ഒഴിവാക്കി ബാക്കി കുറച്ച് റിയാക്ഷൻ. ഇതിൽ നിന്ന് ഒരു 6 മാർക്ക് 7 മാർക്ക് 8 മാർക്ക് വരെ ചോദിക്കാം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഈ 2 സെക്ഷൻ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ 2 സെക്ഷൻ നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോക്കസ് ഏരിയ മൊത്തം പറഞ്ഞിട്ടുണ്ടാ. നിങ്ങളൊരു പ്രോബ്ലമാറ്റിക് ആയി പറഞ്ഞുകൊണ്ടാണ് വേഗം പറഞ്ഞത്. ഞാൻ ഈ എഴുതി തന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ സാർക്ക് അയച്ചു കൊടുക്കും. സാർ നിങ്ങൾക്ക് അത് ആപ്പിൽ അപ്ലോഡ് ചെയ്ത് തരും.
മൊത്തത്തില് ശരിക്കും നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറിന് ഇല്ല. നിങ്ങൾ ഈ വീഡിയോ തന്നെ 1-2 പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. ഓർഗാനിക്കിൽ ഒരു മാർക്കും പുറത്തു പോകില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല സാർ, മനസ്സിലായി. എവിടെയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓർഗാനിക്കിന് ബുദ്ധിമുട്ടാവോ? ഓർഗാനിക്കിലെ മാർക്ക് പോകരുത്, 1 മാർക്ക് പോലും പോകരുത് കേട്ടോ. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, നോമൻക്ലേച്ചർ ഉണ്ടല്ലോ, നോമൻക്ലേച്ചർ, നെയിമിങ്, അത് ഞാൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വേറെയും 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, ആ മോഡൽ ഉണ്ടാവും, എന്നാൽ പോലും അത് നിങ്ങളൊന്ന് ചെയ്യണം. കാരണം അത് പിന്നെ ഞാൻ തന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം എന്നില്ല, നെയിമിങ് അല്ലേ, വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് തരാലോ. ബാക്കിയെല്ലാം ഐസോമർസ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ എഴുതി തന്ന് പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കല്ലേ? ഓക്കെ, അപ്പൊ എന്നാ എല്ലാവർക്കും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Thank you, sir. ഓക്കെ. Thank you, sir. നോട്ടം